രാജാക്കന്മാരുടെ കാശിന്റെ കുന്നിപ്പാണ് ഒരു വലിയ സ്ഥലം. കാശില്ലെങ്കിലും ജീവിക്കാം, പക്ഷെ രാജാവിന് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റൂല. നമുക്ക് രാജസ്ഥാന്റെ ഏറ്റവും വലിയ കോട്ടയെന്ന് കണ്ടിട്ട് വന്നാലോ? രണ്ടെണ്ണം പറഞ്ഞോട്ടെ, ഒരെണ്ണം മുറിച്ച് രണ്ടാക്കി തന്നേക്കോളാം. ജോധ്പൂരിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഏറ്റവും വലിയ കോട്ടയാണ് ഈ കാണുന്നത്. 400 മീറ്റർ ഉയരമുള്ള ഒരു കുന്നിന്റെ മുകളിൽ 36 മീറ്റർ കട്ടിയുള്ള മതിലുകളാണ് പണിതിട്ടുണ്ടായിരുന്നത്. ശത്രുക്കൾക്ക് കീഴടക്കാൻ അസാധ്യമായിട്ടിരുന്നൊരു കോട്ടയായിരുന്നു. ഈ കോട്ട പണിയുമ്പോൾ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യബലി വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആദ്യം കയറിയത് ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ്. അവിടെ എത്തിച്ച് നമ്മൾ ഒരു ഹൗദ കണ്ടു. ഹൗദ എന്ന് വെച്ചാൽ നമ്മളെ രാജകീയ സിംഹാസനം എന്ന് പറയില്ലേ, ആനയുടെ മുകളിലൊക്കെ വെച്ചിട്ട് നടക്കുന്നത്. ഈ രാജാക്കന്മാരൊക്കെ പുറത്തു പോകുമ്പോൾ ആനയുടെ മുകളിൽ ഇത്രയും ഹൗദയിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. പണ്ടത്തെ കാലത്തൊരു ലക്ഷറി കാറിനൊക്കെ പറയണ പോലെ. പിന്നെ അന്നത്തെ കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന വാളും പിന്നെ അങ്ങനെ അത്യാവശ്യം ഡ്രസ്സുകളും പിന്നെ എന്താ പറയുക, ഈ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കത്തെ പോലത്തെ കുറേ വിളക്കും പരിപാടികളും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ. ഈ രാജാക്കന്മാർ പണ്ട് യൂസ് ചെയ്തിരുന്ന സിൽവറും ബ്രാസും പ്ലേറ്റുകളൊക്കെയാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഇന്ന് നോർമൽ പ്ലേറ്റ് കഴിക്കുമ്പോൾ അവരന്ന് സിൽവർ പ്ലേറ്റ് കഴിച്ചെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇത് അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഉള്ള പെയിൻറ്റിങ് ആണ് കേട്ടോ. ഇത് പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് അവർ യൂസ് ചെയ്തിരുന്ന അന്നത്തെ വാളുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഉള്ള അടിപൊളി വാളുകളാണ്. അത്യാവശ്യം വലിയ ലക്ഷറി ആയിട്ട് തന്നെയുണ്ട് ഇവർ ജീവിച്ചിരുന്നൊക്കെ. ഈ രാജാക്കന്മാരെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ, എന്ത് ലക്ഷറി ആയിരിക്കും നോക്കിയേ. ഇത് ഇന്നത്തെ കാലത്ത് തന്നെ ഇങ്ങനത്തത് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവിടെ ആയിരുന്നു റോയൽ എൻ്റർടൈൻമെൻറ്റ് ഫുള്ള് നടന്നിരുന്നത്. സംഗീതവും നൃത്തവും ആ പരിപാടികളൊക്കെ അത്യാവശ്യം നടന്നിരുന്നത് ഇവിടെയാണ്. ഈ ഇന്നത്തെ നെറ്റ്ഫ്ലിക്സും ജില്ലൊന്നും ഇല്ല, പക്ഷെ അന്നത്തെ രാജകീയ വെർഷൻസൊക്കെ ഇവിടെയാണ് നടന്നിരുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഗ്ലാസ്സുകളുണ്ടോ കൂടുതൽ യൂസ് ചെയ്താൽ, പഴയ കുറേ ഗ്ലാസ്സുകൾ വെച്ചിട്ട് അപ്പോൾ ഒരു ലൈറ്റ് കത്തിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും സ്പ്രെഡാവും. ഒരു ഭയങ്കര ബ്യൂട്ടിയാണെന്നാണ് ഇവരുള്ളവർ പറയണത്. നമ്മൾ ഇന്ന് പോലും യൂസ് ചെയ്യാത്ത പല ഐഡിയാസ് അവർ അന്നൊക്കെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇത് അന്ന് യൂസ് ചെയ്തിരുന്ന കുറേ സ്റ്റോൺസ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് സാധനങ്ങളാണ് ഇവിടെയൊക്കെ വെച്ചിട്ടുള്ളത്. അതൊക്കെ ഒരു ഫ്രെയിമായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റൈൽ ചെയ്തെടുത്തൊരു കാനോണാണ്. ഇത് 18ാം സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയതെന്നാണ് പറയണത്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക്. ഇവിടെ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് പോലും ഇത്രയും വലിയ കോട്ടയായിട്ട് ഇതൊന്നും ഒരു തകരാറ് പോലും പറ്റിയിട്ടില്ല. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ബ്ലൂ സിറ്റിയുടെ ഒരു ചെറിയ അംശം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജോധ്പൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്ലൂ സിറ്റിയുടെ ഒരു ഏരിയ ആണല്ലോ. നമുക്ക് ശരിക്കും ബാഹുബലിയൊക്കെ ഇല്ലേ, അതിലത്തൊക്കെ ഒരു ഫീല് കിട്ടും ശരിക്കും. ഓരോ ഏരിയകളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ യുദ്ധങ്ങളൊക്കെ നടക്കണതിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഓർത്തെടുക്കാം. ഇത് രാജാക്കന്മാർക്കും റാണിമാർക്കും സന്തോഷ നിമിഷങ്ങളൊക്കെ പങ്കിടാനുള്ളൊരു റൂമാണെന്നാണ് പറഞ്ഞത്. ഒരു ഹാള് പോലെ അത്യാവശ്യം വലുതാണ്. ഈ പണ്ടത്തെ ആർക്കിടെക്ചറിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ആ ഒരു ഫിനിഷിങ്, ഒരു രക്ഷയില്ലാത്ത ഫിനിഷിങ്ങാണ് അറ്റത്തൊക്കെ കാണാണ്ടോ. ഈ രാജാക്കന്മാരൊക്കെ ജനിച്ച് വീഴുമ്പോഴുള്ള തൊട്ടിലാണ് ഈ കാണുന്നത്. ഇത് പല ടൈപ്പ് ഓഫ് തൊട്ടിലുകളുണ്ട് ഇവിടെ, ചെറിയത് വലുത്, പല സിൽവർ, ഗോൾഡ്, അങ്ങനെ എനിക്ക് തോന്നുന്ന ഓരോ കാറ്റഗറി ആയിട്ടുള്ള സെറ്റപ്പുകളായിരിക്കും. ഇപ്പോൾ രാജാക്കന്മാർ തന്നെ പല ടൈപ്പുകളുണ്ടാവും. അപ്പോൾ അവരിൽ തന്നെ പല പല പൊസിഷനിലുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഉള്ളതാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പീരങ്കി ഇത്രയും അടുത്ത് കാണുന്നത്. അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ഫിനിഷിങ്. മെഹ്റൻഗർ ഫോർട്ട് കണ്ടിട്ട് എന്താ തോന്നിയത്? മെഹ്റൻഗർ ഫോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മോനെ കാശിൻ്റെ കുന്നിപ്പാണ്, രാജാക്കന്മാരുടെ കാശിൻ്റെ കുന്നിപ്പാണ്. ഒരു വലിയ സ്ഥലം കൊണ്ട് ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് എടുത്തൊക്കെ വെറുതെ പണിഞ്ഞിട്ടേക്കുന്ന ഒരു സാധനം. എനിക്കെന്താ തോന്നി? ഇതിൽ ഏതോ ഒരു ഫൂൾമഹൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ആ സ്ഥലത്ത് 29 കിലോ ഗോൾഡ് തൊട്ടാണ് പുള്ളി മേളിൽ ടെറസിൻ്റെ മാത്രം പണി ചോദിച്ചേക്കുന്നത്. കാശിൻ്റെ കിഴപ്പ്, വെറും കിഴപ്പ്. രാജാവായിട്ട് ജനിച്ച പിന്നെ പറയാനാണെങ്കിൽ ദാമ്പത്തിക ജീവിതം, വൈകാരിക ജീവിതം, ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റണ രണ്ടുപേരുടെ നമുക്ക് ചോദിക്കാനുള്ള എന്ത് തോന്നുന്നു ഇത് കണ്ടപ്പോ? രാജാവായി ജനിച്ചാൽ മതിയായിരുന്നു. രാജാവായി ജനിച്ചാൽ മതി എന്ന് പറഞ്ഞു. രാജാവായിട്ട് ജനിക്കുന്നതിൽ കാശിന്റെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് അത് കേട്ടപ്പോഴാണ് ഇങ്ങോട്ട് പൊളിഞ്ഞു കയറിയത്. അതായത് കാശില്ലെങ്കിലും ജീവിക്കാം, പക്ഷെ രാജാവിന് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റൂല. ഇയാളെ പീരങ്കി ഇത്ര ഉണ്ടാക്കി വെച്ച് വെറുതെ ഒന്നല്ല.
ഞാൻ രാജസ്ഥാൻ്റെ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ആയിട്ട് മെയിൻ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ രാജസ്ഥാൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ചാനലിൽ ബാക്കി വീഡിയോസ് ഉണ്ട്. പിന്നെ പുതിയ അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്.